ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കൊട്ടും വയ്യാട്ടാ. എന്നൊരു വയ്യാത്ത ദിവസം. വെറുതെ അങ്ങനെ തോന്നി ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ ഇന്ന് ഇതൊരു പകുതി ദിവസമാണ്. അതായത് ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഉച്ച മുതൽ രാത്രി വരെയുള്ള എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ച്. പിന്നെ ഇത് നോക്കിയാൽ എൻ്റെ മോളെ പണിയാട്ടാ. മോൾക്കും സുഖമില്ല. അപ്പോൾ ഓളും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് പണിയാക്കി വെച്ചിട്ടുണ്ട്. റൂമിൻ്റെ ഒന്നും കോലം പറയണ്ട. അപ്പോൾ ഇത്രയും നേരം കിടക്കുകയെന്ന്. തീരെ വയ്യ. ചുമ നല്ലോണമുണ്ട്, പനിയും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കിടക്കാൻ കഴിയില്ലല്ലോ. കുറേ നേരം കിടന്ന് പിന്നെ ഇങ്ങനെ ഓരോ പണി കാണുമ്പം കിടത്തം കുത്തൂല എന്നെല്ലാം പറയുന്നില്ലേ. അങ്ങനെ പിന്നെ എണീറ്റ് ഗുളികയെല്ലാം തിന്നിട്ട് അങ്ങനെ കിടന്നതാണ്. പിന്നെ കുറച്ചൊരാശ്വാസം കിട്ടിയപ്പോൾ അങ്ങനെ എണീറ്റേ. അപ്പോൾ നോക്കുമ്പോൾ മൊത്തം അലങ്കോലമായി കിടക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. നമ്മൾ ഇനി എത്ര നേർക്ക് എല്ലാ സ്ഥലത്തെടുത്ത് വെച്ചാലും അവരത് വീണ്ടും മൊത്തത്തിൽ കൊളാക്കിയിട്ടുള്ളൂ. അതുതന്നെ എടുത്ത അവസ്ഥ. ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നോക്കിയാൽ അടിച്ചു വരാൻ വേണ്ടി വന്ന ഞാനാ ആക്കി വെച്ച അവസ്ഥ നോക്കിയാൽ. ഞാൻ എന്നിട്ട് അവളോട് പറയുന്നു, മോളെ എണീക്കുമ്പോൾ അടിച്ചു വരട്ടെ എന്ന്. അപ്പോൾ സമ്മതിക്കുന്നുമില്ല. പിന്നെ വാശി പിടിച്ച് തന്നിട്ട് കാര്യമില്ല. അവളെന്തായാലും വിട്ടുതരുമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ആ റൂം അവിടെ കിടക്കട്ടെ, അത് പിന്നെ അടിക്കാം, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അടിച്ചു വരാമെന്ന് വെച്ചാൽ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അമ്മ ഇപ്പോൾ കഴിയുന്നില്ല എന്നിട്ട് കിടന്നാലും നമ്മൾ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. ഇന്നിപ്പം വെറുതെ ഒന്ന് അടിച്ചു വരുന്നേ ഉള്ളൂ. തുടക്കാനും നിൽക്കുന്നൊന്നുമില്ല. കാരണം അതിനൊന്നും കഴിയുന്നില്ല. അത്യാവശ്യമുള്ള പണികളെല്ലാം ഒന്ന് തീർത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണീച്ചതാണ്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മോക്ക് കൊടുക്കണം, അതിലിടക്ക് അടിച്ചു വാരണം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതെൻ്റെ രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ അന്ന് പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്ന് ഇട്ടിട്ടുണ്ടായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, അത് വീഡിയോയുടെ ലാസ്റ്റ് പറയട്ടാ. അപ്പോൾ ഇത് അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോൾക്ക് ഫുഡ് കൊടുക്കട്ടെ. മോൾക്കും തീരെ വയ്യ, ഓൾക്കും ചുമ തന്നെയാണ്. പിന്നെ അവളെ മെയിൻ ആളാന്നല്ല അവളെ കയ്യിലിരിക്കുന്നത്. ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും കയ്യിൽ എപ്പോൾ ഉണ്ടാവും. പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ വാവക്കുട്ടിയോ ആരെങ്കിലും ആയിട്ട് അവളെ കയ്യിലുണ്ടാവും. കുറേ ആളുണ്ട്. എവിടെയെങ്കിലും പോകുമ്പം വരെ എടുത്തോട്ടേ ചോദിക്കും. പിന്നെ ഇത് അടിച്ചു വാരിയിട്ടെല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് ഓർത്ത് സ്റ്റെപ്പൊന്നും അടിച്ചില്ല. പിന്നെ അങ്ങനെ വീണ്ടും സ്റ്റെപ്പെല്ലാം അടിച്ചു വാരിയെന്ന്. ഇതിങ്ങനെ കുറച്ചധികം ആയാൽ വല്ലാത്ത പാടാണ്. എല്ലാം തൂത്തുവാരി ഇടണ്ടേ, ഒരു വലിയ പാട് തന്നെയാണ്. പിന്നെ താഴോട്ട് വന്നപ്പോൾ അവൾ വീണ്ടും ഇവിടെയും എന്നെ പണിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല വഴക്ക് പറയുന്നു. കാരണം മേലെയോ നീ മൊത്തത്തിൽ വിതറിയിട്ടുണ്ട്, താഴലും കൊണ്ടുവന്ന് വിതറിയാന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ ചോറും കറിയും മാത്രമായതുകൊണ്ട് മുട്ട പൊരിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അപ്പം അങ്ങനെ മോൾക്ക് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളിയും മുട്ടയും എടുത്ത് അങ്ങനെ മുട്ട പൊരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പൊരിച്ചത് എപ്പം വേണം മക്കൾക്ക്, ചോറിൻ്റെ കൂടെ ആയാലും. കാരണം ഇന്ന് കുമ്പളങ്ങ കറിയാണ് വെച്ചിന്. അപ്പോൾ അതും ചോറും മാത്രമൊന്നും എന്തായാലും തിന്നൂല. ചിക്കനോ മുട്ടയോ മീനോ എന്തെങ്കിലും പൊരിച്ചത് വേണം അതിൻ്റെ കൂടെ. അപ്പം പിന്നെ ഇനി ചിക്കനൊന്നും തൊടാനൊന്നും സമയമില്ല. അപ്പം അങ്ങനെ വേഗം മുട്ട അങ്ങ് പൊരിക്കാമെന്ന് വെച്ചാൽ ഓംപ്ലേറ്റ് ആക്കിയാൽ പെട്ടെന്നാവുമല്ലോ. പിന്നെ അങ്ങനെ അതാക്കട്ടെ. ഓള് വരുന്നുണ്ട്. മുട്ട പൊരിക്കുമ്പോൾ എപ്പോൾ ഇങ്ങനെ തന്നെയാണ്, അടുത്ത് വരും എന്നിട്ട് ഓളാക്കാമെന്ന് പറയും. എല്ലായിടത്തും എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ സുഖമില്ലാതെ പിന്നെ അധികം വാശി പിടിപ്പിക്കാനൊന്നും ശരിയാവില്ലല്ലോ. നമ്മളെല്ലാം അങ്ങ് വിട്ടുകൊടുക്കലല്ലേ. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ അതിലേക്ക് നോക്കി എന്തെല്ലോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇളക്കാമെന്നും പറഞ്ഞിട്ട് ഓളെന്നെ ആക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആക്കുന്നതിലിടക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പിന്നെ അതൊക്കെ കട്ടാക്കിയതോ. പിന്നെ അങ്ങനെ മുട്ട പൊരിക്കട്ടെ, ഇനി മോൾക്ക് ചോറ് കൊടുക്കട്ടെ.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ആരും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായമാണെങ്കിലും മോശം അഭിപ്രായമായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്. പിന്നെ അടുക്കളൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇന്ന് രാവിലെ ഒന്നും വയ്യാത്തതുകൊണ്ട് അങ്ങനെ മൊത്തം പാത്രമെല്ലാം ഇവിടെ ഇട്ടിട്ട് പോയി കിടന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ അതൊരു വലിയ പണി തന്നെയാണ് ശരിക്കും. നമ്മൾ എന്തെങ്കിലും ഫുഡാക്കുമ്പോൾ അത് സമയത്ത് പാത്രങ്ങൾ വേഗം കഴുകല ഏറ്റവും നല്ലത്. കൂട്ടി വെച്ചാൽ വലിയ പണിയാണ്, എല്ലാം കൂടി കഴുകാനുണ്ടാവും. എന്തായാലും നമ്മൾ ഓരോ നേരമായിട്ട് അങ്ങനെ ഫുഡാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാം പാത്രങ്ങൾ വരും. ഇപ്പോൾ അതൊക്കെ കാണുമ്പം തന്നെ എല്ലാം മൂടെല്ലാം പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ എൻ്റെ ഒരു ഇതാണ്, എപ്പം നമ്മൾ അടുക്കള എപ്പോൾ നീറ്റാക്കി വെച്ചാൽ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു ഇതായിരിക്കും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴായാലും, നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴായാലും, ഇനി രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ആയാലും നമുക്ക് അടുക്കള എപ്പോഴും ക്ലീനായിട്ട് കാണുമ്പം അതൊരു നല്ല പോസിറ്റീവായിരിക്കും. കാരണം അതല്ലാതെ ആകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു മടുപ്പ്, ഒരു അലസത തോന്നും എന്തായാലും. കാരണം ഉറങ്ങാൻ പോകുമ്പോഴല്ലോ നമ്മൾ അടുക്കള മൊത്തത്തിൽ അലങ്കോലാക്കി ഇട്ടാൽ എന്താ പറയുക, എന്തോ ഒരു ഇതായിരിക്കും. ഉറങ്ങാൻ കിടന്നാലൊരു എൻ്റെ ഒരു ഇതാണ്, നല്ലൊരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ചെയ്തിട്ട് പോയാൽ, മെയിനായിട്ട് അടുക്കള എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ട് പോയാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ. പിന്നെ നമ്മൾ രാവിലെ വീണ്ടും എണീറ്റ് വരുമ്പം തന്നെ കാണുമ്പോഴൊക്കെ നല്ല ഇതായിരിക്കും. അപ്പോൾ ഇതാ കുമ്പളങ്ങ കറി കേട്ടോ ഇന്ന് ഉണ്ടാക്കിന്. അങ്ങനെ അത് ചോറിൽ വയ്ക്കുമ്പോൾ മുളപ്പുറന്ന് പറയുന്നുണ്ട്, കറി വയ്ക്കല്ലേ കറി വയ്ക്കല്ലേ. അവൾക്ക് അങ്ങനെ കറിയൊന്നും കൂടുതൽ ഇഷ്ടമല്ല, ഈ പൊരിച്ചത് അങ്ങനെ കഞ്ഞി അതൊക്കെയാണ് കൂടുതലിഷ്ടം. പിന്നെ അതൊന്നും കേൾക്കാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊന്നും അവരെ തടിക്കത്തൂല. അപ്പം അങ്ങനെയുള്ള ചിലതൊന്നും ഞാൻ കേൾക്കാൻ നിൽക്കില്ല. പിന്നെ മുട്ട പൊരിച്ചതുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം അങ്ങനെ മോൾക്ക് ചോറ് കൊടുക്കട്ടെ, ഞാനും കഴിക്കട്ടെ. ഉച്ചക്ക് മെഡിസിൻ കഴിക്കാനുണ്ട്. പിന്നെ അപ്പം അങ്ങനെ ഇതാ നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പം അതിനിടയിൽ പറയുന്നു വാരി തിന്നോളും ഒറ്റക്ക് തിന്നോളും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒറ്റക്ക് തിന്നാനിരുത്തിയാൽ ഈ പൊരിച്ച ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ അത് വേഗം എടുത്തു തിന്നും, എന്നിട്ട് ചോറ് അങ്ങനെ തന്നെ ഇവിടെ ബാക്കി വെക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ തന്നെ വാരി കൊടുക്കലാണ്. കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ മുട്ട പൊരിച്ചത് മുഴുവൻ വേഗം തിന്നും, എന്നിട്ട് ചോറ് അവിടെ ബാക്കി വെച്ചിട്ട് വയ്യ മതി മതി പറയും. പക്ഷെ എന്നാലും വിടൂല, ഒറ്റക്ക് തിന്നോളും എന്നിട്ട് വാശി പിടിക്കും. എന്നാലല്ലേ ഓള് വിചാരിച്ച പോലെ തിന്നാൻ കഴിയും. അങ്ങനെ തിന്നാനിരുന്ന എപ്പം ഞാനും മോളുമായിട്ട് നല്ല അടിയാണ്. അങ്ങനെ ഇതാ വന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ പാത്രങ്ങൾ ഒരുപാടുണ്ട് കഴുകാൻ വേണ്ടി. അപ്പം അങ്ങനെ കഴുകാൻ തുടങ്ങി. പിന്നെ ഇനിയും പണിയൊന്നും ആയിട്ടില്ല, അലക്കാൻ ഉള്ളത് അലക്കിയിട്ട് മെഷീനിലുണ്ട്, ഇനിയിപ്പോൾ അത് വിരിച്ചിടണം. പിന്നെ രാത്രിയൊക്കെ ഇന്ന് ചിക്കൻ കറി ആക്കുന്നത്, പത്തൽ, അപ്പോൾ അത് റെഡിയാക്കണം. അങ്ങനെ ഇനിയും പണികൾ ഒരുപാടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെ ഞാനാക്കുന്ന ചിക്കൻ കറി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാട്ടോ, ഞാനെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഏറ്റവും സിമ്പിളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒന്നാമതേ ഒന്നും കഴിയുന്നില്ല, ഒന്നിനും മൂടുമില്ല. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുക്കറിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാക്കുക. അല്ലാത്ത ദിവസങ്ങളിലൊന്ന് കുറച്ചും കൂടെ വെറൈറ്റി മാറ്റി പിടിക്കും. അങ്ങനെ ഓരോന്ന് മാറ്റം ചെയ്യും. പിന്നെ പത്തൽ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഭാഷ കണ്ണൂർ ആണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു കണ്ണൂർ സ്ലാങ് ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ വീഡിയോ ഇപ്പോൾ കാണുന്നവർ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ, അപ്പോൾ ഒരു മാറ്റം തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് കാണുന്നത്, എവിടെയാണ് പ്ലേസ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വെറുതെ അറിയാൻ വേണ്ടിയാണ്. പിന്നെ അതിനിടയിൽ ഇനി വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കണം. മോൻ സ്കൂളിൽ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ മോൻ വരുമ്പോഴത്തേക്ക് മദ്രസയുണ്ട്, വന്നപാട് പോവും. ഒരു അരമണിക്കൂർ 20 മിനിറ്റ് അത്ര ഒരു സമയമേ അപ്പം വേഗം ചായ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ കഴിക്കാണ്ട് പോകും. അപ്പം അപ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പം ഇന്ന് ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതും സിമ്പിൾ ഈസി റെസിപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് അങ്ങനെ എല്ലാ വെജിറ്റബിളും ഇടുന്നതൊന്നും ഇഷ്ടാവില്ല. പിന്നെ
അങ്ങനെ ഓരോ ഇതുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടത്തിനാക്കുന്നതല്ലേ. അപ്പോൾ കഴിക്കാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഏതാണോ വെജിറ്റബിൾ വേണ്ടത് അത് മാത്രമേ ഞാൻ ഇടൂ. അപ്പോൾ അല്ല സാൻഡ്വിച്ച് കണ്ടിട്ട് ആരും വിചാരിക്കരുത് ഇതെന്ത് സാൻഡ്വിച്ചാണെന്നൊന്നും വിചാരിക്കരുത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ അമർത്തണം. അതൊക്കെ തന്നെ പിന്നെ പറയാനുള്ളത്. പിന്നെ അങ്ങനെ ഇതാ ഒരുവിധം മൊത്തത്തിൽ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി കേട്ടോ. പിന്നെ നോക്കാം വീഡിയോ നാളെ തന്നെ ഇടാൻ പറ്റുമോ നോക്കാം. പിന്നെ എഡിറ്റ് ചെയ്യാനിലിപ്പോൾ അങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിലേ പറയാറുണ്ടല്ലോ, ചെറിയ ചെറിയ പോരായ്മകളെല്ലാം ഉണ്ടാവും. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം, എനിക്കൊരു യൂട്യൂബറാകാൻ വലിയ ഇഷ്ടമായിട്ടാ. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം. അറിയാലോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും വ്യൂവേഴ്സ് കാണുന്നവർ തന്നെയാണ് നമ്മളെ ആ ഒരു ഇതിലെത്തിക്കേണ്ടത്. കാരണം ഞാൻ എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഒരു പാഷനായി കരുതി ഞാൻ വീഡിയോ ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണ്ടതെന്ന് പറയാം, അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയാം. കാരണം അത് കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും കൂടെ ഉണ്ടാകണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നു, എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കുകയാണ്. ആദ്യം വിചാരിച്ചത് ഇപ്പം തന്നെ ചിക്കൻ കറി ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് ഇങ്ങനെ കഴുകുന്ന കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, കാരണം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ കഴുകി വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് 2 വെള്ളത്തിൽ കഴുകി എടുത്തതാണ്. ആദ്യമേ കഴുകി വെച്ച ചിക്കനാണ്. അപ്പോൾ അതിൽ നിന്നൊരു 2-3 പീസ് എടുത്ത് കുട്ടികൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ അപ്പോൾ ഇപ്പം ചിക്കൻ കറി ആക്കാൻ വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോഴാണ് സമയം നോക്കിയത്, സമയം ഒരുപാടായി. പിന്നെ വിചാരിച്ച് വേഗം സ്നാക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ചായ കൊടുത്താൽ പിന്നെ കറി പിന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പം അങ്ങനെ സാൻഡ്വിച്ചിൻ്റെ പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ കാബേജ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാനിടയിൽ അത്ര വലിയ പണിയൊന്നുമില്ല, ഒരു സിമ്പിൾ ഈസി സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതാ ക്യാബേജ് ഒന്ന് ചെറുങ്ങനെ ചൂടാക്കിന്, അതിൽ മല്ലിയില, പിന്നെ ഇതാ പൊരിച്ച ചിക്കൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്, ഇനിയിപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് മയോണൈസും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ബ്രെഡിൽ വെക്കണം. ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ ഇടാറുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിലില്ല, അതുകൊണ്ട് ഇടാറുണ്ട്. ക്യാരറ്റും ക്യാബേജിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇടലുണ്ട്. പിന്നെ ക്യാപ്സിക്കം അങ്ങനത്തെ ഒന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ആദ്യത്തെ ബ്രെഡിൽ മയോനീസ് പുരട്ടാതെ വെച്ചത് മോൾക്ക് മയോനീസ് അത്ര വലിയ ഇഷ്ടമല്ല. അവൾ സോസ് കൂട്ടിയിട്ട് വന്നേരാ, സോസ് ഞാൻ ആക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പം അങ്ങനെ ഇതാ അടുത്തതിൽ മോനിക്ക് മയോനീസ് പുരട്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അതെല്ലാം റെഡിയായി. ഇതാ ഞങ്ങൾ ചായ കുടിക്കട്ടെ. പിന്നെ കഫ് കട്ടും ഇതെല്ലാം ആയിക്കൊണ്ടാണ് കട്ടൻ ചായ, പാൽ ചായ തന്നെ കുടിക്കൽ. അപ്പോൾ കഫ് കട്ടെല്ലാം എല്ലാവർക്കും എന്ന് വെച്ചാൽ അങ്ങനെ കട്ടൻ ചായ ആക്കിയതാണ്. അത് കഴിഞ്ഞ് ഇതാ ഞാൻ ചിക്കൻ കറി ആക്കാൻ പോവാണ്. പിന്നെ അതിനിടയിൽ മോളെ കാര്യങ്ങളെല്ലാം ഒന്ന് ഫ്രഷ് ആക്കിയൊക്കെ ചെയ്ത് മോൻ മദ്രസയിലേക്ക് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ചിക്കൻ കറി ആക്കാൻ വേണ്ടി ഇതാ ഞാൻ ഒരു ഉള്ളി, 2 തക്കാളി, ഒരു പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുത്തിന്.
പിന്നെ ഞാൻ ഈ ഉള്ളിയും തക്കാളി ഇതൊന്നും അങ്ങനെ അധികം കറിയിലിടാറില്ല. കാരണം വെറുതെ ഒരുപാട് കറി അങ്ങനെ അവിടെ വേസ്റ്റ് ആവും. കാരണം ചിക്കൻ പീസസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കറി പിന്നെ അങ്ങനെ വേസ്റ്റ് ആവും. കാരണം അത്രയേ കറി കൂട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. പിന്നെ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് കുറേ റെസിപ്പീസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് നമ്മളെ കണ്ണൂരത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പണ്ടേ ഉള്ള. അപ്പം അങ്ങനെ ഓരോ സ്നാക്സ് ഐറ്റംസ് അതുപോലെ അങ്ങനെയുള്ള ഓരോ പലഹാരങ്ങൾ എനിക്ക് അങ്ങനെയുള്ളതിനോട് നല്ല താല്പര്യം. ഇപ്പോൾ ഉള്ള കടികളതിനെക്കാട്ടി കൂടുതൽ അങ്ങനെയുള്ളത് ഇഷ്ടം. അപ്പോൾ നോക്കട്ടെ, ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ റെസിപ്പി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി റെഡിയാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഉള്ളി ഇടുക. ഞാൻ കുക്കറിലാട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്, ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം. ഇനി ഉള്ളി കുറച്ച് വഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചേർക്കണം. തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം, ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ വേഗം വഴഞ്ഞു വരും. ഇങ്ങനെ ഉണ്ടാക്കാൻ സിമ്പിളാണ്, അധികം സമയമൊന്നും വേണ്ട. നമുക്ക് തീരെ ഇതേപോലെ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഇതാ തക്കാളി നല്ലോണം ഉള്ളി നല്ലോണം വഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ മിക്സിയിലൊന്ന് ചതക്കിയത് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, എന്നാൽ വേഗം വഴഞ്ഞു വരും. പിന്നെ ഇതാ ചതക്കിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ എടുക്കുക, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ എടുക്കുക, ചിക്കൻ മസാല ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾ 1/4 ടീസ്പൂൺ അങ്ങനെ എടുത്താൽ മതി. പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി. നിങ്ങൾ എത്രയാണോ ചിക്കന് ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കുറച്ചധികം ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് അതിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് ഒന്ന് ഒരു തിള വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കുക്കർ മൂടി വെച്ച് അടച്ച് വെച്ച് വേവിക്കരുത്. ഒരു തിള വരുന്നത് വരെ ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കണം. ആ സമയത്ത് വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിക്കുക. എത്ര കറി വേണോ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ നല്ല സൈഡിൽ നിന്നൊക്കെ തിള വരുന്നത് കാണാം. ആ സമയത്ത് കുക്കറിൻ്റെ മൂടിയിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വെക്കുക. ഇനിയിപ്പോൾ ഇതാ വിസിലൊക്കെ എയറൊക്കെ പോയി കുക്കർ തുറന്നപ്പോൾ ഇങ്ങനെയുള്ളത്. ഇനി ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് തിളപ്പിക്കണം. ഗരം മസാല അവസാനം ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ബാക്കിയുള്ള മല്ലിയിലയും കൂടെ വേറെ വിതറിയിട്ട് കിടക്കാം. അപ്പോൾ ഇത് ആ മെഷീനിൽ നേരത്തെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വിരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ അത് വിരിച്ചിടുകയാണ്. ഇപ്പോൾ സന്ധ്യാസമയമായിട്ടുണ്ട്, ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ ഇത് അലക്കിയതൊക്കെ വിരിച്ചിട്ടിട്ട് ബാക്കിയുള്ള കുറച്ച് പണികളും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡ് പത്തൽ ഉണ്ടാക്കാനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പത്തൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ കുറച്ച് സാദാ പച്ചവെള്ളം എടുക്കുക, അതിലേക്ക് ഉപ്പിടുക, എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പത്തലിൻ്റെ പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുക. അതെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അറിയാത്തവർ ഈ പത്തലിൻ്റെ പൊടി എങ്ങനെയാണ് പൊടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാനത് വേറെ തന്നെ ചെയ്യാം. ഏതരിയാണ് എത്ര എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അത് കുഴച്ചെടുക്കണം. കൈക്ക് പറ്റാത്ത ഒരു പരുവത്തിലാവുമ്പോൾ പൊടി ഇടുന്നത് നിർത്താം. അങ്ങനെ ആ ഒരു പരുവാകുന്നത് വരെ കുഴച്ചെടുക്കണം പൊടി ഇട്ടിട്ട്.
പിന്നെ ഇനി ഇത് പത്തലും കൂടെ ചുട്ടെടുത്താൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം, വേഗം സ്കൂളുള്ളതല്ലേ നാളെ, അതുകൊണ്ടാണ് വേഗം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പത്തൽ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ അത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് ഒന്ന് സ്പൂൺ പോലത്തെ ഇതുപോലെ അമർത്തി കൊടുക്കുമ്പോൾ പൊന്തി വരും. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പം അങ്ങനെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതുപോലെ ചുട്ടെടുക്കണം. പിന്നെ പെട്ടെന്നാകും, പക്ഷേ തന്നെ ചുടുന്ന കാരണം പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കണ്ടേ. ഓടുമ്പോൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്തത് പരത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അങ്ങനെ പത്തലെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി മക്കൾക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. സംശയങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.